ഞങ്ങൾ ആ ഒരു റിസർച്ച് നടത്തിയപ്പോൾ മൈൻഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഹ്യൂമൻ ബോഡി, മൈൻഡ്, ബയോമാഗ്നസം, ലൈഫ് ഫോഴ്സ്, സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ്. ഇതാണ് നമ്മുടെ ഈ ശരീരം. ഓക്കെ, യൂണിവേഴ്സലി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സും അതോടൊപ്പം തന്നെ ഞാൻ ആ വേദങ്ങളോട് പറയുമ്പോഴും വേറെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം. അപ്പോൾ മൈൻഡ് അതിനെ സ്വാധീനിക്കാൻ പറ്റും. അതായത് നമ്മുടെ കോൺഷ്യസ്നസ് ഉണ്ട്, സബ് കോൺഷ്യസ് ഉണ്ട്, സൂപ്പർ കോൺഷ്യസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സൂപ്പർ കോൺഷ്യസ് ഉള്ള ആൾക്കാർക്ക് എന്താണ് ഫ്യൂച്ചർ എന്ന് കാണാൻ പറ്റും. അതോടൊപ്പം സബ് കോൺഷ്യസിന് അറിയുന്നവർക്ക് ഒരു നല്ല ഹൈറ്റ്സ് എത്താൻ പറ്റും. പക്ഷെ കോൺഷ്യസ്, അതായത് 95% ആൾക്കാർ, അതായത് ആ ഒരു മാട്രിക്സിൽ ചുറ്റി നടക്കുന്ന ആൾക്കാരെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് അവരുടെ കുഞ്ഞുങ്ങളുടെ ശരീരം നശിപ്പിക്കാൻ പറ്റും. അവരെ ഭരിക്കുന്ന ആൾക്കാർക്ക് അപ്പൂപ്പന്മാരാണ് അല്ലെ, കൈയെല്ലാം വരെ ഇങ്ങനെ വിറച്ചിരിക്കുന്ന അപ്പൂപ്പന്മാരാണ് നമ്മുടെ എല്ലാവിധ ആൾക്കാരും അല്ലെ. അപ്പോ അതെല്ലാം മാറ്റണം. വേറൊന്നുമല്ല, എന്താണ് ഇതൊന്നും പോലും അറിയില്ല. അതായത് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ഈ ഒരു പരിശുദ്ധമായ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെ പോലും എഴുതാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരാണ്. ഓക്കെ, എന്നിട്ടും അറിയാത്ത ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ UP-യിലെല്ലാം വലിയൊരു 10,400 കോടിയുടെ വരാൻ പോകുന്നു. അപ്പൊ 10,400 ആകുമ്പോൾ ആ ഒരു 10,000 കോടി എനിക്ക് എടുക്കാല്ല എന്ന് പറഞ്ഞാൽ ആ മന്ത്രി ഓക്കെ പറയും. പക്ഷേ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനോ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇന്റേണൽ ഓർഗൻസോ ഭാവി ഇതൊന്നും നോക്കില്ല. ഓക്കെ, കാരണം വേറൊന്നുമല്ല, എല്ലാം കണക്ട് ആണ്, പണത്തിനോട് കണക്ട് ആണ്. ഒരുത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാരന് സന്തോഷം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മീഡിയക്കാർക്ക് സന്തോഷം, അതോടൊപ്പം തന്നെ 2 പാർട്ടി തമ്മിൽ തല്ലിക്കഴിഞ്ഞാൽ 3ാമത്തെ പാർട്ടിക്ക് സന്തോഷം. അപ്പൊ ഇതെല്ലാം കാണുന്ന ഈ സാധാരണ ആൾക്കാർ, വിഡ്ഢികൾ, അതായത് വിഡ്ഢികൾ എന്ന് പറയുമ്പോൾ അവർ ഹിന്ദു, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് എന്നാണ്. അതായത് മനുഷ്യനല്ല, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വസ്തുവല്ല, അവർ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യനാണ്. അപ്പൊ അങ്ങനത്തെ വിഡ്ഢികളെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും, പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പൊ ഈ വിഡ്ഢിത്തരം ഇങ്ങനെ കൈമാറി വരുന്നൊരു അവസ്ഥയുണ്ട്. അതായത് ഇപ്പൊ എനിക്ക് 25 വയസ്സുണ്ട്, എന്റെ 25 വയസ്സ് പ്രായമുള്ള മിക്കവന്മാർക്കും ജാതി ക്രൈസ് ഉണ്ട്. അതായത് ഞാൻ ഹിന്ദുവാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ മതമൊക്കെ വേണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയും, എടാ സ്കൂളിൽ എങ്ങനെ ചേർക്കും? അതായത് അവന്റെ കുഞ്ഞിന്റെ ഭാവി 2030 ആകുമ്പോൾ AI വന്ന് കംപ്ലീറ്റ് ജോലി ഇവിടെ നിന്നില്ലാതായി. അത് എലോൺ മസ്ക് അതോടൊപ്പം തന്നെ ഇതെല്ലാം അറിയുന്ന ആൾക്കാരാണ്. ഓക്കെ, അതായത് AI സെന്റേഴ്സ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞ് വിദേശത്തെല്ലാം റെവല്യൂഷൻ നടക്കുന്നുണ്ടിരിക്കണേ. ഓക്കെ, അപ്പൊ ഇതൊന്നും അറിയില്ല. ഇവിടെ ഉള്ളത് ആ ഒരു സ്വർണ്ണക്കടത്തും ഈ പറയുന്ന കാര്യങ്ങൾ, മീഡിയാസ്. ഏറ്റവും വലിയ ശുദ്ധമണ്ടത്തരം ഈ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരെല്ലാം മീഡിയസിനെ വിശ്വസിക്കുന്നു. മീഡിയ ആണെങ്കിലും യാതൊരു അറിവില്ല. അവർക്ക് ആ ഒരു പരസ്യം കിട്ടുമ്പോഴുള്ള പണം വേണം, ആൾക്കാരെ കൊല്ലണം, പരസ്പരം തല്ലിക്കണം. അതായത് മനുഷ്യരെല്ലാം ഒരു ബുദ്ധിഹീനരായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ ഓരോ സിസ്റ്റം നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. അതായത് പണ്ട് സതി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഈ ബ്രാഹ്മണന്മാരുടെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഡെമോക്രസി വന്നു, നിയമങ്ങൾ വന്നു, ബ്രിട്ടീഷുകാരുടെ നിയമം വന്നു, അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു അല്ലെ. പോലീസുകാരെല്ലാം നമുക്കെല്ലാം ഭയങ്കര ചെല്ലാനൊക്കെ എടുക്കുന്നു. വന്നിട്ട് DGPയുടെ വണ്ടിയാണെങ്കിൽ അങ്ങനെ പോകുന്നു, MLA-യുടെ വണ്ടി നിയമം തെറ്റിച്ചു പോകുന്നു, KSRTC ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നു. ഇതൊന്നും കുഴപ്പമില്ല. അതായത് പണക്കാരനൊരു നിയമം, പാവപ്പെട്ടവനൊരു നിയമം. പക്ഷെ പോലീസുകാരല്ല, ഈ 3.5 കോടി ജനങ്ങളല്ലേ കേരളത്തിൽ, 3.5 കോടിയേ ഉള്ളൂ, 10 ലക്ഷം പോലീസുകാരെന്തോ ഉണ്ട്. അപ്പൊ ഈ 3.5 കോടി ജനങ്ങളും ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഈ അപ്പുമാരെയൊക്കെ തട്ടി മാറ്റി ഈ പോലീസും കാര്യമൊന്നും വേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ ഇതാണ് പ്രശ്നം. ഇവിടുത്തെ ഈ വലിയൊരു പ്രശ്നമുണ്ട്. ഈ മുല്ലപ്പെരിയാർ അങ്ങനെ വെച്ചേക്കണോ അങ്ങനെ തന്നെ. അപ്പൊ ഇതൊക്കെ പ്രതികരിച്ച് മാറ്റേണ്ട സമയത്ത് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റണം. ഓക്കെ, മാറ്റേണ്ട ഒരാളും തന്നെ, ആ ഒരാളാണ് ഞാൻ. അതായത് ഈ സമസ്ത കാര്യങ്ങളും ഞാൻ മാറ്റും. അതോടൊപ്പം തന്നെ ശുദ്ധിയും പരിശുദ്ധവും ധർമ്മവും എല്ലാം ഞാൻ സ്ഥാപിക്കും.